18-ാം വാക്യം വന്നു. അതുകൊണ്ട് ആദ്യം നമുക്ക് ലഭിച്ച നിയമവും രക്തം കൂടാതെ പ്രതിഷ്ഠിച്ചതല്ല. അവിടെ രക്തം ഉണ്ടായിരുന്നു. പക്ഷെ മോശയുടെ ന്യായപ്രമാണ പ്രകാരം കൽപ്പന ഒക്കെയും സകല ജനത്തോടും പ്രസ്താവിച്ച ശേഷം പശുക്കിടാങ്ങളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തെ വെള്ളവും ചുവന്ന ആട്ടുരോമവും ഈസോപ്പുമായി എടുത്ത് പുസ്തകത്തിന്മേലും സകല ജനത്തിന്മേലും തെളിച്ചു. അപ്പൊ ആദ്യ ഉടമ്പടിയിലും രക്തം ഉണ്ടായിരുന്നു. ഇത് ദൈവം നിങ്ങളോട് കൽപ്പിച്ച നിയമത്തിന്റെ രക്തം എന്ന് പറഞ്ഞു. അപ്പൊ ആ രക്തം എത്ര ഇൻഫീരിയർ ആണെന്ന് നോക്ക്, എത്ര താൽക്കാലികമാണ്, എത്ര നിസ്സാരമാണ്, എത്ര ജഡീകമാണ്, എക്സ്റ്റേണൽ ആണ്, ആന്തരികമൊന്നും അതിന് സംഭവിക്കുന്നില്ല. അങ്ങനെ തന്നെ അവൻ കൂടാരത്തിന്മേലും ആരാധനയ്ക്കുള്ള ഉപകരണത്തിന്മേലും എല്ലാം രക്തം തെളിച്ചു. ഓക്കെ, ന്യായപ്രമാണ പ്രകാരം ഏകദേശം സകലതും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. അപ്പം ആദ്യ നിയമം, നിഴലായ നിയമത്തെ നമ്മൾ നോക്കിയാലും നമ്മൾ മനസ്സിലാക്കുന്നത്, നിഴലായ നിയമത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ ഒരു പരിപാടി നടക്കുകയെന്നാണ്. അപ്പൊ പൊരുളായ നിത്യമായ നിയമത്തിൽ അതിനനുസൃതമായ രക്തച്ചൊരിച്ചിൽ ഉണ്ടാകണമായിരുന്നു. ആകയാൽ സ്വർഗത്തിലുള്ളവയുടെ പ്രതിബിംബങ്ങൾ ഈ വകയാൽ ശുദ്ധമാക്കുന്ന ആവശ്യം സ്വർഗീയമായവയ്ക്കോ ഇവയേക്കാൾ നല്ല യാഗങ്ങൾ ആവശ്യം. അപ്പം വിശുദ്ധീകരണത്തിലേക്ക് പോകാൻ നമുക്ക് മൃഗങ്ങളുടെ രക്തം കൊണ്ടുള്ള അതുപോലെ ഇവയേക്കാളൊക്കെ ശ്രേഷ്ഠമായ ഒരു യാഗം ആവശ്യം, രക്തം ആവശ്യം. ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല കേട്ടോ. അതാണ്. അപ്പൊ എല്ലാ അർത്ഥത്തിലും നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് അത്ഭുതകരമായ കാഴ്ച. അത് പൗരോഹിത്യത്തിന്റെ സുപ്പീരിയോറിറ്റി ആയാലും, രക്തത്തിന്റെ സുപ്പീരിയോറിറ്റി ആയാലും, ആലയത്തിന്റെ സുപ്പീരിയോറിറ്റി ആയാലും, അതിന്റെ ബെനഫിറ്റ്സ്, അതിന്റെ അനുഗ്രഹങ്ങളുടെ സുപ്പീരിയോറിറ്റി ആയാലും, ഈ പഴയതും പുതിയതും തമ്മിൽ ഭയങ്കരമായ വ്യത്യാസം ഉണ്ടെന്നും, ഒന്ന് ജഡീകമായ ശുദ്ധി വരുത്താൻ ഉപകരിക്കുന്നതാണെന്നും മറ്റൊന്ന് ആന്തരികമായ വിശുദ്ധീകരണത്തിനുള്ള സാധിക്കുന്നതാണെന്നും, ഒന്ന് ഈ ലോകത്തെ കാര്യങ്ങളെ ശുദ്ധീകരിക്കുന്നു, മറ്റൊന്ന് നിത്യ കൂടാരത്തെ തന്നെ ശുദ്ധീകരിക്കുന്നതാണെന്നും നമ്മൾ ഈ വാക്യങ്ങളിൽ വായിക്കുന്നു. ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്ക് അത്രേ പ്രവേശിച്ചത്. അപ്പൊ അവന്റെ രക്തം സംസാരിച്ചത് ഈ ഭൂമിയിലുള്ള ഏതെങ്കിലും സ്വർഗത്തിൽ തന്നെയാണ്. അവന്റെ പിതാവിന്റെ മുമ്പിൽ തന്നെയാണ് അവൻ അർപ്പിച്ചത്. ആ വിശുദ്ധ കൂടാരത്തിലാണ് അവൻ രക്തത്താലുള്ള ആ യാഗം നമുക്ക് വേണ്ടി അർപ്പിച്ചത്. ഓക്കെ, 25-ാം വാക്യം പറയാണ്, മഹാപുരോഹിതൻ ആണ്ടുതോറും അന്യരക്തത്തോടുകൂടി വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്ന പോലെ അവൻ തന്നെത്താൻ കൂടെ അർപ്പിപ്പാൻ ആവശ്യമില്ല. ഇതാണ് കാത്തലിക്സിനോട് ഓർത്തഡോക്സുകാർ, ഇങ്ങനെ ട്രഡീഷണൽ ചർച്ചുകാരോടുള്ള ഒരു പ്രധാനപ്പെട്ട എബ്രായ ലേഖനകർത്താവിന് പറയാനുള്ളത്. വീണ്ടും വീണ്ടും അർപ്പിക്കപ്പെടേണ്ട കാര്യമില്ല ക്രിസ്തുവിന്. ഒറ്റ പ്രാവശ്യം അർപ്പിക്കപ്പെട്ടാൽ മതി. ഒറ്റ പ്രാവശ്യം അർപ്പിക്കപ്പെടുമ്പോൾ തന്നെ എന്ത് സംഭവിക്കുകയാണ്? അവൻ സ്വർഗത്തിലെ വിശുദ്ധ മന്ദിരത്തിലേക്ക് ആ രക്തവുമായി പ്രവേശിക്കുകയാണ്. എന്നേക്കുമായുള്ളൊരു ശുദ്ധീകരണം അവിടെ നടന്നു കഴിഞ്ഞു. നിഴല് എപ്പോഴും ഒരു സൈഡിലേക്കേ ഉള്ളൂ, എല്ലാ സൈഡിലേക്കും ഇല്ല. യേശുക്രിസ്തു വരെയുള്ള യാഗങ്ങൾ യേശുക്രിസ്തു എന്ന പൊരുളിനെ നോക്കിക്കൊണ്ടുള്ള കാത്തിരിപ്പായിരുന്നു. എന്നാൽ യേശുക്രിസ്തു എന്ന പൊരുൾ വെളിപ്പെട്ടതിന് ശേഷം കഴിക്കുന്ന യാഗങ്ങളോ അപ്രസക്തവും നിഷ്പ്രയോജനവും അത്രേ. കാരണം അത് എങ്ങോട്ടും വിരൽ ചൂണ്ടുന്നില്ല. കാരണം യഥാർത്ഥമായത് വെളിപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഭൗതികമായ ഭാഗികമായ നിഴലുകളായ പോലെയുള്ള ശുശ്രൂഷകൾക്ക് ഇനി പ്രസക്തിയില്ല. അതായത് പഴയ നിയമ വിശുദ്ധന്മാരെല്ലാം ആ യാഗങ്ങളിലൂടെ വിശദീകരിക്കപ്പെടാൻ കാരണം എന്താണെന്നറിയാമോ? ആ യാഗങ്ങളിലെല്ലാം യഥാർത്ഥ യാഗമായ ക്രിസ്തുവിന്റെ യാഗത്തിന്റെ നിഴൽ, അതിന്റെ നിഴലിലുള്ള വെളിപ്പാടുണ്ടായിരുന്നു. അതുകൊണ്ട് ജഡീക ശുദ്ധി വന്നത്. എന്നാൽ അതേ രീതിയിൽ ഇന്ന് പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകർ എന്ന് പറയുന്നവര് ഇതുപോലെ യാഗങ്ങൾ വീണ്ടും വീണ്ടും കുർബാന എന്ന പേരിലോ മാസം എന്നുള്ള പേരിലോ വീണ്ടും വീണ്ടും യേശുക്രിസ്തുവിന്റെ ശരീരം അർപ്പിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശുദ്ധി വരുത്തുന്ന ഒരു പരിപാടിയായിട്ട്, താൽക്കാലികമായ ഒരു പരിപാടിയായിട്ട്, ഒരാഴ്ചത്തേക്കുള്ളൊരു പരിപാടിയായിട്ട്, അല്ലെങ്കിൽ ഒരു വർഷത്തേക്കുള്ളൊരു പരിപാടിയായിട്ട് യാഗങ്ങളെ ദുർബലപ്പെടുത്തുകയാണ് ഇത് ആവർത്തിക്കുന്നത് വഴി മനുഷ്യൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അപ്പവും പാനപാത്രം എടുക്കുമ്പോൾ ഇത് കർത്താവ് ഒരിക്കലായി അർപ്പിച്ച ആ യാഗത്തിന്റെ ഓർമ്മയ്ക്കായി എന്ന് പറഞ്ഞത് മുറിക്കുന്നത്. വി ആർ നോട്ട് ഡൂയിങ് എ സാക്രിഫൈസ് there. There's only one sacrifice and that was done by the
eternal high priest was of the order of Melchizedek. അപ്പൊ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ എന്നോട് പലരും ചോദിക്കണ്ടേ, ഞാൻ കത്തോലിക്കപ്പള്ളിയിലെ പോകുന്നത്, എന്നാൽ ഞങ്ങൾ രക്ഷിക്കപ്പെട്ടവരാ? ഞാൻ പറഞ്ഞു, ഇറ്റ്സ് നോട്ട് പോസിബിൾ. അതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, യു കനോട്ട് ഡു ദാറ്റ് കുർബാന അഗൈൻ ഇഫ് യു ബിലീവ് ഇൻ വൺ സാക്രിഫൈസ് ഓഫ് ദ ലോർഡ്. കർത്താവ് ഒരിക്കലായി അർപ്പിക്കപ്പെട്ടു നിങ്ങളുടെ പാപത്തിന് വേണ്ടി, എന്നേക്കുമായി ഗുണകരമായി സംസാരിക്കുന്ന യേശുക്രിസ്തുവിന്റെ രക്തം ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു എന്ന് വിശ്വസിച്ചാൽ, യു കനോട്ട് അഗൈൻ ആൻഡ് അഗൈൻ ഗോ ബാക്ക് ടു ദാറ്റ് സെയിം കുർബാന ടു ഫൈൻഡ് റെമിഷൻ ഓഫ് യുവർ സിൻസ്. ഓക്കെ, ഇവിടെ പറയുന്നത് മഹാപുരോഹിതൻ ആണ്ടുതോറും അന്യരക്തത്തോടു കൂടി വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്ന പോലെ അവൻ തന്നെത്താൻ കൂടെ കൂടെ അർപ്പിപ്പാൻ ആവശ്യമില്ല. അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു. അപ്പൊ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ഒരു പരിപാടി ഈ യാഗത്തിനില്ല. ഇറ്റ്സ് ഡൺ വൺസ് ഫോർ ഓൾ. അങ്ങനെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടത്. മലയാളത്തിൽ ആ ഫോർ ഓൾ എന്നുള്ളത് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ദിസ് സാക്രിഫൈസ് വാസ് ഡൺ വൺസ് ഫോർ ഓൾ. അത് രണ്ടാമത് ആവർത്തിക്കാൻ സാധിക്കില്ല. മനുഷ്യപുത്രന് പല പ്രാവശ്യം കഷ്ടം അനുഭവിക്കാൻ പറ്റത്തില്ല. അങ്ങനെയില്ല. അവൻ തക്ക സമയത്ത് ലോകാവസാനത്തെങ്കിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. വൺസ്, ഓൺലി വൺസ്. ആ യാഗത്തിൽ കർത്താവ് ഒരിക്കൽ മാത്രമേ പ്രത്യക്ഷനാവുന്നുള്ളൂ. നമ്മൾ ഓരോ പ്രാവശ്യം യാഗം കഴിക്കുമ്പോഴും കർത്താവ് വന്ന യാഗത്തിൽ പ്രത്യക്ഷനാകുന്നില്ല. യാഗത്തിലല്ല പ്രത്യക്ഷത. കർത്താവ് നമ്മളിൽ വസിക്കുക, നമ്മുടെ മധ്യത്തിലാണ് അവന്റെ പ്രത്യക്ഷത. നോട്ട് ഇൻ ദ യാഗം. There is no yagam, there is no pratyashada of Christ in any of these sacrifices. Okay, ഒരിക്കലാണ് അവൻ പ്രത്യക്ഷനായത് യാഗത്തിന് വേണ്ടി. പിന്നെ വീണ്ടും 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 ആ യാഗം അർപ്പിക്കുന്നില്ല. അവന്റെ ശരീരം ഒരിക്കലായി മാത്രമാണ് അർപ്പിക്കപ്പെടുന്നത്. അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ അങ്ങനെയല്ല. അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. വൺസ്. അതുപോലെ തന്നെയാണ് മനുഷ്യന്റെയും കാര്യം. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കാൻ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. അപ്പൊ മനുഷ്യർക്ക് ഒരു മരണവും ഒരു ന്യായവിധി ഉണ്ട്. അതുകൊണ്ട് കർത്താവ് എന്താ ചെയ്തത്? അതുപോലെ തന്നെ വന്ന് ഒരു മരണവും, അല്ലെ, അതുപോലെ നമ്മെ ന്യായവിധിയിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു രണ്ടാം വരവും അവിടെ കർത്താവ് ആണയാൽ ഉറപ്പിച്ചു. നോക്കിക്കേ, 28-ാം വാക്യത്തിലെ 2 ആണകളെ കുറിച്ചും പറയുന്നുണ്ട്. 28-ാം വാക്യത്തിന്റെ ഒന്നാം ഭാഗം ആദ്യത്തെ ആണയും 2-ാം ഭാഗം 2-ാമത്തെ ആണയാണ്. എന്താണ് ആദ്യത്തെ ആണ്? ക്രിസ്തു അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു, നമ്മളെ രക്ഷിച്ചു. അടുത്തത്, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. ഈ ലോകാവസാനത്തിൽ ആണ് കർത്താവ് പ്രത്യക്ഷനാകുന്നത്, അല്ലെ പ്രത്യക്ഷനായി എന്ന് പറഞ്ഞേക്കുന്നത്. ഇപ്പൊ ലോകാവസാനം എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും അന്ത്യ കാലഘട്ടത്തെയാണ് അവിടെ കുറിക്കുന്നത്. എപ്പോഴാണ് അന്ത്യകാലഘട്ടം ആരംഭിക്കുന്നത് അറിയോ? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്ന പ്രസംഗിക്കുമ്പോൾ തൊട്ടേ ഒരർത്ഥത്തിൽ പറഞ്ഞ അന്ത്യകാലഘട്ടമാണ്. യോവേൽ പ്രവാചകന്റെ പ്രവചനം വെളിപ്പെടുന്നു പറഞ്ഞ അപ്പോസ്തല പ്രവൃത്തികൾ പറയുന്ന കാലഘട്ടം തൊട്ടേ അന്ത്യകാലഘട്ടമാണ്. അതായത് കഴിഞ്ഞ 2000 വർഷം അന്ത്യകാലഘട്ടമാണ്. ലോകാവസാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാലം. ഏത് സമയത്തും അവസാനിക്കാവുന്ന ഒരു ലോകമാണ്. അപ്പൊ നമ്മൾ എപ്പോഴും അതും മുതൽ കർത്താവിന്റെ കാലം മുതൽ ഇന്ന് വരെയും മനുഷ്യർ അടുത്ത നിമിഷം ലോകാവസാനം എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ എപ്പോഴും ഇത് ലോകാവസാനമായിട്ട് തന്നെയാണ് നമ്മൾ ഓരോ നിമിഷത്തെയും കുറിച്ചും ചിന്തിക്കേണ്ടത്. ഓക്കെ, ക്രിസ്തു അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കലായി അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. ഇനി നമുക്ക് 10-ാം അധ്യായത്തിലേക്ക് കിടക്കാം. 10-ാം അധ്യായം മുഴുവൻ തീരുമെന്നറിയില്ല, നമുക്ക് മാക്സിമം ശ്രമിക്കാം. ഓക്കെ, 9-ാം അധ്യായം ഇന്ന് തന്നെ നിങ്ങൾ ഒന്നുകൂടെ വായിക്കണേ. കാരണം നമ്മൾ എല്ലാ വാക്യങ്ങളിലും കടന്നു പോയിട്ടുണ്ട്. പക്ഷെ എങ്കിലും അത് കുറച്ച് സിംബോളിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ലളിതമാണ്, സിംബോളിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. രണ്ടാമത് കുറെ നാൾ കഴിഞ്ഞത് വായിക്കുന്നെങ്കിൽ ഓർക്കാൻ പ്രയാസമായിരിക്കും. ഓക്കെ, അടുത്തത് 10-ാം അധ്യായം. ആദ്യത്തെ 10 വാക്യങ്ങളെങ്കിലും നമുക്ക് ഇന്ന് ഫിനിഷ് ചെയ്യാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ, ഇത് ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ തന്നെയാണ്. കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായിക കൊണ്ട് ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണ പൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. അപ്പൊ നിഴല് കൊണ്ട് ഒരിക്കലും നമുക്ക് സൽഗുണപൂർത്തി വരുന്നില്ല. പിന്നെ എന്താ വരുന്നതെന്നറിയോ? ജഡത്തിന്റെ ശുദ്ധീകരണം വരുന്നു, സൽഗുണപൂർത്തി വരുന്നില്ല.
അപ്പൊ സ്വർഗത്തിൽ പോകുമെന്നുള്ളൊരു കവനന്റ്, ആണയോടുകൂടിയുള്ള ഒരു കവനന്റോട് എത്താൻ പറ്റില്ല. സ്വർഗത്തിൽ പെർഫെക്റ്റ് ആയതിന് മാത്രമേ, സൽഗുണപൂർത്തി ഉള്ളതിന് മാത്രമേ അവിടെ ചെല്ലാൻ പറ്റുള്ളൂ, സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ. അപ്പൊ സ്വർഗം എന്ന പ്രത്യാശ, തേജസ് എന്ന പ്രത്യാശ, അതാണ് കറക്റ്റ്. തേജസ് എന്ന പ്രത്യാശ ഒരു പ്രോമിസായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിലൂടെ എന്തും വേണം, സൽഗുണപൂർത്തിയും വേണം. പക്ഷെ ആവർത്തിക്കപ്പെടുന്ന യാഗങ്ങളാൽ ഒരിക്കലും ഈ സൽഗുണപൂർത്തി ഉണ്ടാവുകയില്ല. അല്ലെങ്കിൽ ഇത് ചിലപ്പം നമുക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാവുന്ന ഒരു വാക്യമാണ്. അല്ലെങ്കിൽ ആരാധനക്കാർക്ക് ഒരിക്കൽ ശുദ്ധി വന്നതിന് ശേഷം പാപങ്ങളെ കുറിച്ചുള്ള മനോബോധം പിന്നെ ഇല്ലായകൊണ്ട് യാഗം കഴിക്കുന്നത് നിന്നു പോവുകയും ചെയ്യും. എന്ന് പറഞ്ഞാല് നമ്മൾ ശരിക്കും ഒരിക്കൽ യാഗം കഴിക്കുമ്പോൾ പാപങ്ങളെല്ലാം മാറിയെങ്കിൽ പിന്നെ യാഗം കഴിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ രണ്ടാമത് പിന്നെ യാഗം കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞ എന്താ അർത്ഥം? പാപങ്ങൾ തീർന്നിട്ടില്ല എന്നാണ് അർത്ഥം. അപ്പൊ ശരിക്കും ഒരിക്കൽ പാപം തീർന്നു കഴിഞ്ഞാൽ പിന്നെ പാപങ്ങളുടെ മനോബോധം ഉണ്ടാവുകയില്ലെന്നാണ്. പാപങ്ങളുടെ മനോബോധം ഉണ്ടാവുകയില്ല. ഓക്കെ, ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ ആണ്ടുതോറും അവയാൽ പാപങ്ങളുടെ ഓർമ്മ ഉണ്ടാകുന്നു. നമ്മുടെ ഈ കർത്തൃമേശ എടുക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് പാപങ്ങളുടെ ഓർമ്മ ഉണ്ടാകുന്നില്ലേ? ഓർപ്പിക്കുകയല്ലേ നമ്മളെ പാസ്റ്റർമാരെല്ലാം അങ്ങനെ, പാപം ചെയ്തിട്ടുണ്ട് ഓർക്ക് എഴുതിപ്പിക്കുക ഏറ്റു പറയുന്നൊക്കെ പറയത്തില്ലേ? ഇവിടെ പറയുന്നത് എന്താ? പാപങ്ങൾ തീർന്നു പോയാൽ പിന്നെ എന്തുണ്ടാകാൻ പാടില്ല? പാപങ്ങളെ കുറിച്ചുള്ള മനോബോധം പിന്നെ ഉണ്ടാകാൻ പാടില്ല എന്ന് എഴുതിയിരിക്കുന്നത്. അതെന്താ അങ്ങനെ പറഞ്ഞു? നമ്മള് ഒരിക്കൽ കർത്താവിന്റെ യാഗത്തിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാപങ്ങളുടെ മനോബോധം ഉണ്ടാകേണ്ട കാര്യമുണ്ടോ? പാപബോധം ഉണ്ടാകേണ്ട കാര്യമുണ്ടോ? ഇതൊരു വലിയ ചോദ്യമാണ് ഇന്ന്. കാരണം പാപങ്ങളുടെ മനോബോധം പിന്നെ ഉണ്ടായിക്കൊണ്ടിരുന്നാൽ ആ യാഗം പൂർണ്ണമല്ലായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് പൗലോസ് പറയാണ്, ശരിക്കും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു യാഗമാണ് കർത്താവ് കഴിച്ചതെങ്കിൽ പിന്നെ അതുകൊണ്ട് പാപബോധം ഉണ്ടാകുകയില്ല. ഇവിടെ പറയുന്നത് പുരോഹിതന്മാരുടെ യാഗം ആവർത്തിക്കപ്പെടുന്നതായതുകൊണ്ട് ഓരോ പ്രാവശ്യവും ഇത് ആവർത്തിക്കുമ്പോഴും പാപങ്ങളെ കുറിച്ച് ബോധമുണ്ടാകും. പാപിയാണ് ഞാൻ എന്നുള്ള ബോധം ഉണ്ടാകും. അപ്പൊ യാഗം കഴിക്കുമ്പോഴെല്ലാം ഞാൻ പാപിയാണ്, യാഗം കഴിക്കുന്ന എല്ലാ വർഷവും പാപിയാണ്. അപ്പൊ ഒരിക്കലും പ്രോമിസ് ഇല്ല. ഇവിടെ എങ്ങനെ സംഭവിക്കുന്നൊക്കെ? കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെ രക്തത്തിന് പാപങ്ങളെ നീക്കാൻ കഴിയുന്നതല്ല. അപ്പൊ വൺസ് ഫോർ ഓൾ ഇത് തീരണം. ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനനയാകവും വഴിപാട് നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ വരുന്നു എന്നവൻ പറയും. അപ്പൊ കർത്താവ് പറയാണ്, ഈ ഹനനയാകും ഹോമയാകും ഇതിനകത്തൊന്നും എന്ത് സംഭവിക്കുന്നില്ല? പാപങ്ങളുടെ ശാശ്വത പരിഹാരം വരുന്നില്ല. താൽക്കാലികമായി ജഡീക ശുദ്ധീകരണം മാത്രമേ വരുന്നുള്ളൂ. പിന്നെയും ഈ ജഡം അശുദ്ധമാകും, വീണ്ടും വീണ്ടും ഈ പാവബോധം ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ ഓരോ പ്രാവശ്യം യാഗം കഴിക്കുമ്പോൾ ഈ പാവബോധം പിന്നെയും പിന്നെ ഉണ്ടാവും എന്നുള്ളതല്ലാതെ ഇതിനൊരു സാക്ഷാൽ പരിഹാരം വരുന്നില്ല. എന്നാൽ കാളകളുടെ ആട്ടുകൊറ്റന്മാരുടെ രക്തത്തിന് അത്രേ ചെയ്യാൻ പറ്റുള്ളൂ, താൽക്കാലികമായ ജഡീക ശുദ്ധി. എന്നാൽ 5-ാം വാക്യത്തിൽ പറയാണ്, ആകയാൽ ലോകത്തിൽ കർത്താവ് വരുമ്പോൾ അവൻ ഹനനവും വഴിപാട് വെച്ചിട്ടില്ല, ഒരു ശരീരം ഒരുക്കി വെച്ചതേ ഉള്ളൂ. ആണോ? ശരിയാണോ? അവൻ ലോകത്തിലേക്ക് വന്നപ്പോൾ ഹനനയാകവും ഹോമയാഗമാണോ ഇച്ഛിച്ചത്? അല്ല, അവനൊരു ശരീരം ഒരുക്കി വെച്ചിരുന്നു. സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. കാരണം എന്താ? അതെല്ലാം ജഡീക ശുദ്ധി വരുത്തുന്നുള്ളൂ, നിത്യമായ രക്ഷയിലേക്ക് കൊണ്ടുപോകുന്നില്ല, താൽക്കാലികമായി ജഡീക ശുദ്ധി മാത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളുകളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ വരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രൊഫസിയാണ് അവിടെ പറയുന്നത്. കർത്താവ് പറയാണ്, ഞാൻ വരുന്നു. എന്താണ്? അവന്റെ ശരീരം ഒരുക്കിയിരിക്കുന്നു. അതാണ് ഒറ്റ യാഗം കഴിക്കാൻ വേണ്ടി, ഈ പാപം എന്ന ബിസിനസിനെ എന്നേക്കുമായിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഒരൊറ്റ യാഗം. അപ്പൊ നമുക്ക് പാപബോധം പിന്നെ ഉണ്ടായിക്കൂടെ? ഉണ്ടാകാൻ പറ്റുമോ? ഒരിക്കൽ ശുദ്ധി വന്ന ശേഷം പിന്നെയും നമുക്ക് പാപങ്ങളുടെ മനോബോധം ഉണ്ടാകാൻ പാടുണ്ടോ ഇല്ലയോ? ഇവിടെ പറയുന്നത് പാപങ്ങളുടെ മനോബോധം ഉണ്ടായാൽ ആ സാക്രിഫൈസ് എഫക്റ്റീവ് അല്ല എന്നാണ്. ഇത് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? നമുക്കൊരു കാര്യം അറിയാം, യേശു ക്രിസ്തുവിന്റെ ഒറ്റ യാഗമേ നമുക്കുള്ളൂ, പല യാഗങ്ങളില്ല. അതുകൊണ്ട്
നമ്മൾ ഇന്നൊരു പാപം ചെയ്താലും നാളെ ഒരു പാപം ചെയ്താലും യേശുക്രിസ്തുവിന്റെ യാഗമല്ലാതെ പാപങ്ങളെ പരിഹരിക്കാൻ വേറൊരു വഴിയുമില്ല. കണ്ണുനീർ എത്ര ഒഴിക്കാലും പാപം പോകില്ല കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന കുറച്ച് കരഞ്ഞാൽ കർത്താവ് ക്ഷമിക്കുമെന്ന്. അങ്ങനെ ബൈബിളില്ല. നിങ്ങളൊരു പാട്ട് കേട്ടിട്ടുണ്ടോ? പാട്ട് കേട്ടിട്ടുണ്ടാവും, ഉറപ്പായിട്ടും കേട്ടിട്ടുണ്ടാവും. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പാട്ടാണ്. പിളർന്ന ഒരു പാറയെ നിന്നിൽ ഞാൻ മറയട്ടെ, തുറന്ന നിൻ ചങ്കിലെ രക്തനീർ എൻ പാപത്തെ നീക്കി ശുദ്ധി ചെയ്യട്ടെ. അടുത്ത വാക്യം ഇങ്ങനെയാണ്: കൽപ്പന കാത്തിടുവാൻ, മാങ്ങന്റെ ഓർമ്മയുണ്ടല്ലോ, കൽപ്പന കാത്തിടുവാൻ ഒട്ടും പ്രാപ്തനല്ല ഞാൻ. വൈരാഗ്യമേറിയാലും ഈ ലോകത്തെ മുഴുവൻ വെറുത്ത് സന്യാസിയായി പോയത്. കണ്ണുനീർ ചൊരിഞ്ഞാലും, അത് ഇംഗ്ലീഷ് എഴുതിക്കുന്നത് പുട്ട് മൈ ടിയേഴ്സ് ഫോർ എവർ ഫ്ലോ, വന്നിടാ പാപനാശം. എത്ര നിലവിളിച്ചാലും പാപം പോവില്ല. യേശുക്രിസ്തുവിന്റെ രക്തത്തിനല്ലാതെ മനുഷ്യന്റെ കണ്ണുനീരിന് പാപത്തെ പരിഹരിക്കാനുള്ള കഴിവില്ല. നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ പാപം ചെയ്തു പാസ്റ്റർ, പക്ഷെ ശരിക്കും കരഞ്ഞ് നിലവിളിച്ച് കർത്താവിന്റെ മാപ്പ് ഒരു പ്രയോജനവും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതുകൊണ്ട് പാപം പോവില്ല. പ്രയോജനമുണ്ട്, ദൈവത്തിൽ നിന്ന് കരുണ ലഭിക്കും. പാപം പോകുന്ന യേശുക്രിസ്തുവിന്റെ രക്തത്താല. അതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഒരിക്കലായി അർപ്പിക്കപ്പെട്ടത് ഈ ചേസ് എന്ന് പറയുന്ന ഹോൾ ബീയിങ്ങിന് വേണ്ടിയാണ്. നമ്മൾ ഓരോ പ്രാവശ്യം ഏറ്റു പറയുമ്പോഴും യേശു ഒരിക്കലായി കഴിച്ച അതേ ശരീരയാഗത്താൽ അതേ രക്തത്താൽ തന്നെ നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നത്. There is no another provision. ഞാൻ രക്ഷിക്കപ്പെട്ട് 94 നിങ്ങളോട് പറഞ്ഞില്ലേ, ഇന്നൊരു പാപം ചെയ്തിട്ട് ഞാൻ കർത്താവിന്റെ അടുത്തോട്ട് ചെല്ലുമ്പോഴും എനിക്ക് വേണ്ടി സംസാരിക്കാൻ അതേ രക്തം, അതേ യാഗം, അതേ കർത്താവ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാനെന്ന് പറയുന്ന വ്യക്തിയുടെ ഹോൾ സിൻഫുൾനെസ്സിനെ തോപ്പിക്കാൻ വേണ്ടിയാണ് കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചത്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞങ്ങളുടെ മകന് ചെറുപ്പകാലത്ത് ഒരു അസുഖം ഉണ്ടായി, രോഗമുണ്ടായി, ഡെങ്കുപ്പനി ഉണ്ടായി. അന്ന് ഞങ്ങൾ അവനെ ഒരു ഹോസ്പിറ്റലാക്കി. വളരെ സീരിയസ് ആയൊരു കണ്ടീഷനായി. വോമിറ്റ് ചെയ്യുമ്പം ഗ്രീൻ കളറിലെ സ്റ്റൂൾസ്, ഗ്രീൻ, ഒന്നും കഴിക്കുന്നില്ല, ശരീരമെല്ലാം വീർത്തു വരുന്നു. 1.25 വയസ്സ് പ്രായമുള്ളൂ. അപ്പൊ അവൻ ഇടയ്ക്ക് ഞാൻ അപ്പ അമ്മ ടാറ്റ എന്ന് പറയും. ഇത്രയേ ഉള്ളൂ, വേറൊന്നും പറയില്ല. നേരത്തെ കുറച്ചൊക്കെ സംസാരിക്കുമായിരുന്നു ചെറുതായിട്ടൊക്കെ. ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായി. ഇപ്പൊ ഡോക്ടർ വന്ന് പല ടെസ്റ്റുകൾ നടന്നു നോക്കി, എല്ലാം നെഗറ്റീവാണ്. ഡോക്ടർ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, എന്താണ് ഒരു പ്രശ്നം മനസ്സിലാകുന്നില്ല. വി ആർ ഓൾ ടെൻസ്. പക്ഷെ ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ബെഡ്റൂമിൽ ആ ബെഡിൽ വന്നിട്ട് പറയാം, ഡോണ്ട് വറി, ഹി വിൽ ബി ഓൾ റൈറ്റ്. അപ്പൊ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ ലക്ഷണങ്ങളൊന്നും അത് മാറുന്നില്ല, അതുപോലെ തന്നെ ഉണ്ട്, ഒന്നും കഴിക്കുന്നില്ല, ശരീരം വീർത്തു വരുന്നു, സ്റ്റൂൾസ് അങ്ങനെ തന്നെ പോകുന്നു, ഒരു മാറ്റവും കാണുന്നില്ല ഡോക്ടർ, പിന്നെ എങ്ങനെയത്, എന്താ രോഗം? അപ്പൊ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ വന്ന കണ്ടീഷൻ തന്നെയാണ് ഇപ്പോഴും. അന്ന് എനിക്കിത് എന്താന്ന് മനസ്സിലായില്ലായിരുന്നു. പക്ഷെ പിന്നെ ഞാൻ ഈ സ്റ്റൂൾ കൾച്ചർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി. എൻട്രോബാക്ടർ ക്ലോക്കെ എന്ന് പറഞ്ഞൊരു ബാക്ടീരിയ ഇതിനകത്ത് കയറിയിട്ടുണ്ട്. ഡെങ്കുപ്പനി ഉണ്ട് അതിന്റെ കൂടെ. ആ ബാക്ടീരിയയാണ് ഈ പണി കാണിക്കുന്നത്. പുള്ളി പറഞ്ഞു, ആസ് ലക്ക് വുഡ് ഹാവ് ഇറ്റ്, പുള്ളി ഒരു ബിലീവർ ഒന്നുമല്ല, വന്ന അന്ന് തൊട്ട് ഈ ബാക്ടീരിയക്കെതിരെയുള്ള മരുന്നാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് വർക്ക് ചെയ്യാൻ 5 ദിവസം എടുക്കും. ഹി വിൽ ബി ഓൾ റൈറ്റ്. എന്താ സംഭവിച്ചെന്ന് നോക്കി, ലക്ഷണങ്ങളൊന്നും മുഴുവൻ മാറിയിട്ടൊന്നുമില്ല, പക്ഷെ അകത്ത് പണി കർത്താവിന്റെ ആത്മാവ് തുടങ്ങിയിട്ടുണ്ട്. പതുക്കെ പതുക്കെ നമ്മുടെ ഈ ലക്ഷണങ്ങൾ മാറും. വിശ്വാസം ഉണ്ടോ മാറുമെന്ന്? അവൻ മാറ്റും, വിശ്വസിക്കും. എന്നിട്ട് എന്താ സംഭവിക്കുന്നറിയോ, 5 ദിവസം കഴിഞ്ഞപ്പം ഹി ബിക്കെയിം ഓക്കെ, നോട്ട് നോർമൽ. ബെറ്ററായി 12 ദിവസം കഴിഞ്ഞാണ് ശരിക്കും ആഹാരമൊക്കെ കഴിച്ചു തുടങ്ങുന്നത്. പക്ഷെ ഡോക്ടർ എപ്പോഴും ക്ഷമിച്ചെന്നറിയോ, ഡോക്ടർ 3-ാം ദിവസം ക്ഷമിച്ചു ലക്ഷണങ്ങളുള്ളൂ. കാരണം ഡോക്ടർക്ക് അറിയാം ഇതിനുള്ള പണി ഞാൻ ചെയ്തിട്ടുണ്ടെന്ന്, ഇത് ശരിയായിക്കോളൂ എന്ന് ഡോക്ടറിന് അറിയാം. ഇതുപോലൊരു നല്ല വൈദ്യന്റെ കയ്യിലാണ് നമ്മൾ ഇരിക്കുന്നത്. അവന്റെ ഒരൊറ്റ യാഗം. അവന്റെ കൂടെ നിങ്ങൾ മരിച്ചിട്ടുണ്ടോ സഹോദരങ്ങളെ? ഉണ്ടെങ്കിൽ ആ മരണം
നിങ്ങൾ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുന്ന വരെ ആ മരണം നിങ്ങളുടെ ആന്റിബയോട്ടിക്കാണ്. ഓരോ സമയത്തും നിങ്ങളുടെ ജഡം എന്ന വൈറസ് അറ്റാക്ക് ചെയ്യുമ്പോൾ ഈ മരണം എന്ന ആന്റിബയോട്ടിക്, ബയോസ് എന്ന് പറഞ്ഞ ജീവൻ, ബയോട്ടിക് എന്ന് പറഞ്ഞാൽ ജീവനെതിരെയുള്ളതെന്ന് അർത്ഥം. ശരിക്കും ജീവനുള്ള അണുക്കൾക്കെതിരെയുള്ള പ്രയോഗമാണ് ഈ ആന്റിബയോട്ടിക്. ശരിക്കും നമ്മുടെ പ്രാകൃത മനുഷ്യൻ പിന്നെയും പിന്നെയും ഉണരുമ്പോൾ തുടർച്ചയായി നടക്കുന്ന ആ ക്രൂശീകരണത്തിന്റെ കൂട്ടായ്മ, ആ ഒരൊറ്റ യാഗമാണ് ഇത് ചെയ്യുന്നത്. അതാണ് അതിനകത്തെ ഏറ്റവും ഭംഗിയുള്ള കാര്യം. വൺ സാക്രിഫൈസ്, ഗോഡ് ഫോർഗീവ്സ് അവർ സൈൻസ്. അത് കുറഞ്ഞു കൊണ്ടുവരാൻ കർത്താവിനറിയാം. അപ്പൊ അവന്റെ രക്ഷ ഒരാണയാണ്. ആ ആണ വലിയൊരു പ്രോമിസ് ആണ്. ഹി വിൽ സേവ് മീ, ദാറ്റ്സ് മൈ കോൺഫിഡൻസ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിന്റെ ആത്മാവുള്ളില് ഒരു ആന്റിബയോട്ടിക് ആയിട്ട് പ്രവർത്തിക്കുന്ന പതുക്കെ പാപം ചെയ്യാനുള്ള കപ്പാസിറ്റി കുറഞ്ഞ് അത് ഏത് വിശുദ്ധനെ നോക്കിയാലും നമുക്കറിയാം. പൗലോസിനെ ഉൾപ്പെടെ ആരെ നോക്കിയാലും നമുക്കത് കാണാൻ പറ്റുന്നത്. പക്ഷെ വിശ്വസിക്കണം. ഇഫ് യു അബാൻഡൻ യുവർ ഫെയ്ത്ത്. അതുകൊണ്ടാണ് വിശ്വാസം അത്ര പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഡിപ്പോസിറ്റ് ആയത്. അതുകൊണ്ടാണ് പിശാച് വിശ്വാസത്തിനെതിരെ ഏറ്റവും വലിയ പോരാടുന്നത്. അല്ല നിങ്ങളുടെ വീട്ടിലെ കോഴിക്ക് രോഗം ഉണ്ടാക്കുന്നതല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ പൈസ കുറച്ച് അടിച്ചു മാറ്റുന്നതല്ല പിശാചിന്റെ ഉദ്ദേശം. അവന് ഇഷ്ടം പോലെ പൈസ ഉണ്ട്. അവന്റെ ഉദ്ദേശം നിങ്ങളുടെ വിശ്വാസം അടിച്ചു മാറ്റുക എന്നുള്ളതാണ്. ഫെയ്ത്ത് ദാറ്റ് വുഡ് സാങ്ക്ടിഫൈ. യുദ്ധം മുഴുവൻ അതിനോടാണ്. അതുകൊണ്ടാണ് നിങ്ങൾ വിശ്വാസത്തെ കാത്തു എന്ന് പൗലോസ് പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ വിശ്വാസത്തിൽ തന്നെ ആണോ എന്ന് ശോധന ചെയ്യാൻ പറയുന്നത്. ഡു യു ബിലീവ് ഇൻ ദ സാങ്ക്ടിഫൈങ് വർക്ക് ഓഫ് ദ ലോർഡ്? ദൈവം നമ്മെ വിടുവിക്കാൻ ശക്തനായ ദൈവമാണ്. ദാറ്റ്സ് വാട്ട് വി ആർ അഷ്യൂർഡ് ഓഫ് ബൈ എ പ്രോമിസ്. വാഗ്ദത്തത്താൽ ആണയാണ്. ഒറ്റയാഗം തീർന്നു. അപ്പൊ സുവിശേഷം പറയാൻ പോകുന്നവരെ, സുവിശേഷകരെ, നിങ്ങളോട് എങ്ങനെ സുവിശേഷം പറയുന്നു? ഒറ്റ വാക്യം. ഒരു മനുഷ്യൻ, ഒരു ഹിന്ദു ബ്രാഹ്മണനായിക്കോട്ടെ, മരിക്കാൻ കിടക്കുകയാണ്. അവരുടെ വിശ്വാസം ഭയങ്കര ഗുരുമാനാണ്. കാരണം ബ്രാഹ്മണ ധർമ്മങ്ങൾ മുഴുവൻ ചെയ്തില്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ അവൻ പുഴുവോ പട്ടിയൊക്കെ ആയിട്ട് ജനിക്കും. ആകെ പേടിയാണ്, എങ്ങനെ ജനിക്കും അറിയാൻ വേണം. ഇങ്ങനെ കിടപ്പാ. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് എന്നിട്ട് പറയാം, സുവിശേഷത്രേ ഉള്ളൂ. പറയാണ്, നീ ഒത്തിരി കാര്യങ്ങൾ ചെയ്യേണ്ടതായിരുന്നു. അതെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ മനുഷ്യർ എത്ര ചെയ്താലും ഇംപെർഫെക്റ്റ് ആയിരിക്കും. അത് കറക്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളായിരിക്കില്ല ചെയ്യുന്നത്. അതും ശരിയാണ്. അപ്പൊ ഒരു നല്ല വാർത്ത ഞാൻ നിന്നോട് പറയാൻ വന്നതാണ്. എന്താണ്? നീ യഥാർത്ഥത്തിൽ എന്തായിരുന്നോ ചെയ്യേണ്ടിയിരുന്നത് അതെല്ലാം നിനക്ക് പകരം വേറൊരാൾ ചെയ്തിട്ടുണ്ട്. വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇനി നിന്റെ പ്രവൃത്തികളല്ല, ആ വിശ്വാസം നിന്നെ രക്ഷിക്കും. നിനക്ക് പകരക്കാരൻ നിനക്ക് വേണ്ടി അർപ്പിച്ച യാഗം, ആ യാഗത്തിൽ നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പിന്നെ മതങ്ങളെല്ലാം തീർന്നു, വിഗ്രഹങ്ങളെല്ലാം തീർന്നു. ഒരു മതവും ഇല്ല, എല്ലാ മതവും ആ കാൽവരി ക്രൂശിൽ തീർന്നു. ബിക്കോസ് ക്രൈസ്റ്റ് ഓഫേർഡ് ഹിംസെൽഫ് ഫോർ us as a perfect sacrifice. ഞാൻ എന്തെല്ലാമായിരുന്നു സ്വർഗത്തിൽ പോകാൻ ചെയ്യേണ്ടിയിരുന്നത്, അതെല്ലാം എനിക്ക് പകരം കർത്താവ്. എത്ര വലിയ യാഗം കഴിക്കണമായിരുന്നു സ്വർഗത്തിലെത്താൻ. കനാൻ ദേശത്ത് സമാധാനമായിട്ട് ജീവിക്കാൻ എന്ത് ഭയങ്കര യാഗം കഴിക്കണമായിരുന്നു. അപ്പൊ സ്വർഗത്തിലെത്തണമെങ്കിൽ എന്ത് ഭയങ്കര യാഗം കഴിക്കണമായിരുന്നായിരിക്കും. അത് ഞാൻ കഴിക്കേണ്ട, എനിക്ക് പകരം ഒരു മഹാപുരോഹിതനത് കഴിക്കുന്നു പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും തീർന്നില്ലേ എന്റെ മതം. അപ്പൊ ക്രിസ്തുവിന്റെ ഏകയാഗത്താൽ നാം വിശുദ്ധീകരിക്കപ്പെടുന്നതാണ് നമ്മൾ 10-ാം അധ്യായത്തിൽ കാണുന്നത്. 10-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം പറയാണ്, ന്യായപ്രമാണ പ്രകാരം കഴിച്ചു വരുന്ന യാഗങ്ങളും വഴിപാടും സർവാംഗ ഹോമങ്ങളും പാപയാഗങ്ങളും നീ ഇച്ഛിച്ചില്ല, അവൻ പ്രസാദിച്ചതുമില്ല എന്നിങ്ങനെ പറഞ്ഞ ശേഷം 9-ാം വാക്യത്തിൽ പറയുകയാണ്, ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തതിനെ സ്ഥാപിക്കാൻ ഒന്നാമത്തതിനെ നീക്കിക്കളയും. ദാറ്റ് മീൻസ് നിഴലായതിനെ നീക്കി പകരം പൊരുളായതിനെ സ്ഥാപിക്കും. അപ്പൊ വഴിപാടും സർവാംഗഹോമങ്ങളും എല്ലാം ഉൾപ്പെടുന്ന ഭൗമികമായ കൂടാരത്തിൽ അർപ്പിക്കപ്പെടുന്ന, താൽക്കാലികമായ മരിച്ചു പോകുന്ന പുരോഹിതന്മാരാൽ സ്ഥാപിക്കപ്പെടുന്ന, ജഡീക ശുദ്ധി വരുത്താൻ മാത്രം കഴിയുന്ന നീക്കിയിട്ട് കർത്താവ് പറയുകയാണ്, നിത്യ സത്യകൂടാരത്തിൽ മഹിമയുടെ വലതുഭാഗത്ത് അർപ്പിക്കപ്പെടുന്ന, പുത്രന്റെ രക്തത്താൽ ആന്തരിക ശുദ്ധി വരുത്തപ്പെടുന്ന മഹാപുരോഹിതൻ, സ്വർഗത്തെക്കാളും ഉന്നതനായ മഹാപുരോഹിതനാൽ സ്ഥാപിക്കപ്പെടുന്ന
നിത്യ നിയമത്തിന്റെ പങ്കിലേക്ക് നമ്മളെ വിളിക്കുന്ന ആ ഒരു രണ്ടാമത്തത്, അതിനെ സ്ഥാപിക്കാൻ വേണ്ടി ദൈവം എന്ത് ചെയ്തു? നിഴലായതിനെയും നീങ്ങിപ്പോകുന്നതും ജീർണിക്കുന്നതുമായതിനെ എടുത്തു കളഞ്ഞു. ഇതാണ് എബ്രായ ലേഖനം നമ്മളെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, 10-ാം അധ്യായം പറയാണ്, ആ ഇഷ്ടത്താൽ സഹോദരങ്ങളെ, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഏതെങ്കിലും ഒരു മതം വിഭാഗം ഉണ്ടെങ്കിൽ അത് കളയാൻ ഈ ഒരു വഴി മതി. ആ ഇഷ്ടത്താൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. അടുത്ത വാക്യം, ഏതു പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാൾ കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചുകൊണ്ട്. ഏത് പുരോഹിതൻ എന്ന് പറഞ്ഞാൽ ഈ പഴയ നിയമ പുരോഹിതന്മാർ മാത്രമല്ല, ലോകത്തിലുള്ള ഏത് മതത്തിലുള്ള ഏത് പുരോഹിതനും. ഇഫ് സംതിങ് ഈസ് റിപ്പീറ്റഡ്, ദാറ്റ്സ് യൂസ്ലെസ്, ഇൻഎഫക്റ്റീവ്. എന്താണോ ആവർത്തിക്കപ്പെടുന്നത് അതിനർത്ഥം അത് ഇൻഎഫക്റ്റീവ് ആൻഡ് ടെമ്പറൽ ആണെന്നാണ്. ഓക്കെ, അത് നമുക്ക് എപ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ പല്ല് അടച്ചു കഴിഞ്ഞാൽ അത് പെർമനന്റ് അല്ല, കുറെ കഴിയുമ്പോൾ പോകും, ടെമ്പററി ആണ്. അതുപോലെയാണ് ഇതെല്ലാം. പെർമനന്റ് എന്ന് പറയാൻ പറ്റില്ല, എല്ലാം താൽക്കാലികമാണ്. അത് വീണ്ടും 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 ചെയ്യേണ്ടി വരും. അല്ലെ, നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഇറ്റ്സ് ലൈക്ക് എ സൈക്കിൾ, ഇറ്റ്സ് റിപ്പീറ്റഡ് അഗൈൻ ആൻഡ് അഗൈൻ ആൻഡ് അഗൈൻ. അതിനർത്ഥം എന്താ? ആദ്യത്തത് കൊണ്ട് സ്ഥിരമായൊരു പരിഹാരം വരുന്നില്ല എന്നുള്ളതാണ് രണ്ടാമതും ചെയ്യേണ്ടി വരുന്നത്. എന്നാൽ യേശുക്രിസ്തുവിന്റെ യാഗം അങ്ങനെയല്ല. അവൻ ഒരിക്കലായി അർപ്പിക്കപ്പെട്ടു, അതിന് ഒരു കുറവുമില്ല, ആ യാഗത്തിന് യാതൊരു കുറവുമില്ല. അവനെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരെയും രക്ഷിക്കാനുള്ള സമ്പത്ത് ആ യാഗത്തിനാണ്. 12-ാം വാക്യം പറയാണ്, 11-ാം വാക്യം, ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചുകൊണ്ടും നിൽക്കുന്നു. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്നു കൊണ്ട് തന്റെ ശത്രുക്കൾ പാദപീഠമാകോളം കാത്തിരിക്കുന്നു. അപ്പൊ ഒറ്റ യാഗം കഴിച്ചു, പിന്നെ ഇനി എന്ത് കാത്തിരുന്നാൽ മതി? ഇതെല്ലാം തീർന്ന് എല്ലാം അവന്റെ മുമ്പിൽ മുട്ടുമടക്കുന്നതിന് കാത്തിരുന്നാൽ മതി. വൺ ഡേ എവരി നീ ഷാൽ ബൗ. എങ്ങനെയാ? ഈ ഒറ്റ യാഗം. ലോകം മുഴുവൻ, ശത്രുക്കൾ മുഴുവൻ അവന്റെ കാൽക്കീഴിലാകുവാൻ യേശുക്രിസ്തുവിന്റെ ഒരൊറ്റ യാഗം പര്യാപ്തമാണ്. And it encompasses everything in this universe. There is nothing more that need to be done. It is finished, over by that one sacrifice. ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചുകൊണ്ട് നിൽക്കുന്നു. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരുന്നു കൊണ്ട് തന്റെ ശത്രുക്കൾ പാദപീഠമാകുവോളം കാത്തിരിക്കുന്നു. അടുത്ത വാക്യം, ഏകയാഗത്താൽ, ശ്രദ്ധിക്കണേ, അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക്, ഗുണീകരിക്കപ്പെടുന്നവർക്കല്ല, ജഡീക ശുദ്ധി വരുന്നവർക്കല്ല, ആത്മാവിന്റെ വിശുദ്ധീകരണം നടക്കുന്നവർ, ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തിന്റെ പങ്കാളിത്തത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവർക്ക്. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. For those who believe. He has made salvation possible and he has made our salvation perfect. അത് പരിശുദ്ധാത്മാവ് നമുക്ക് സാക്ഷിക്കുന്നു. കണ്ടോ, പൗലോസ് പറയുന്ന പരിശുദ്ധാത്മാവ് അച്ചാരം നമ്മൾ പറയുന്നൊരു കാര്യം ഇതാണ്. ബി കോൺഫിഡന്റ്. രണ്ടാമത്തെ ആണ്, പ്രത്യാശയുടെ ആണ്, എന്നേക്കുമായുള്ള സാൽവേഷന്റെ നിത്യമായ പ്രത്യാശയുടെ ആണയിൽ നമ്മൾ ഉറപ്പുള്ളവരായിരിക്കും. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ നമ്മൾ ഉറപ്പുള്ളവരായിരിക്കണം എന്നീ വാക്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് നമുക്ക് എന്തിനാ സാക്ഷി നിൽക്കുന്നത്? അവൻ ഏകയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും, ദാറ്റ് മീൻസ് ഇർറെസ്പെക്റ്റീവ് ഓഫ് ടൈം, സദാകാലത്തേക്ക് ഒരൊറ്റ യാഗം മതി. പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ, വൺ സിംഗിൾ സാക്രിഫൈസ്. സദാകാലത്തേക്ക്, ഇറ്റേണൽ. ഓക്കെ, ഇനി എട്ടാം അധ്യായത്തിന്റെ റിപ്പീറ്റേഷൻ ആണ്. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ അവരോട് ചെയ്യുവാനിരിക്കുന്ന നിയമം എങ്ങനെയാകുന്നു? എന്റെ ന്യായ പ്രമാണം അവർ ഉള്ളിലാക്കി. അത് പരിശുദ്ധാത്മാവ് സാക്ഷിക്കുന്നല്ലേ. അപ്പൊ പരിശുദ്ധാത്മാവിനാലാണ് ഈ പുതിയ പ്രമാണം നമുക്ക് വരുന്നത്. എന്റെ ന്യായ പ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും എന്ന് കർത്താവിന്റെ അരുളപ്പാട് എന്നരുളി ചെയ്ത ശേഷം ഇത്
നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നലെ പറഞ്ഞ കാര്യങ്ങളാണ്, അത് റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അവരുടെ ആ പാപങ്ങളെയും അകൃത്യങ്ങളെയും ഞാൻ ഇനി ഓർക്കുകയുമില്ല എന്നല്ല ചെയ്യുന്നു. അപ്പൊ ഇതിനകത്ത് നമ്മൾ അറിഞ്ഞുകൂടാത്ത പാപം അറിയാത്ത പാപം തമ്മിലുള്ള വ്യത്യാസത്തെ കൊണ്ടുവന്നതാണ്. അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ഗണ്യമാക്കുന്നില്ല, ശരിയാണ്. പക്ഷെ അറിയാതെ വരുന്ന പാപങ്ങളെ ഗണ്യമാക്കുന്നില്ല എന്നല്ല, അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ഗണ്യമാക്കുന്നില്ല എന്നാണ്. ഈ അറിയായ്മയുടെ അതൊരു വീണ്ടും ജനിക്കുന്നവർക്കാണ് അറിയായ്മയുടെ കാലത്തെ പാപങ്ങളെ കണക്ക് കൂട്ടാത്തത്. ഓക്കെ, അത് ദൈവം കണക്ക് കൂട്ടാത്തതാണ് അറിയായ്മയുടെ കാലത്ത്. അല്ലാതെ അതിന് ഇമ്പാക്ട് ഇല്ലെന്നതിന് അർത്ഥമില്ല. ഇമ്പാക്ട് ഉണ്ട്. നമ്മുടെ അടിമത്തമാണെന്ന് കാണിക്കുന്നത്, നമ്മുടെ അടിമകളാണെന്നാണ് ഈ അറിയാത്ത പാപങ്ങൾ കാണിക്കുന്നത്. പക്ഷെ ദൈവം അത് കണക്കിടുന്നില്ല എന്നുള്ളത് അവന്റെ കരുണയാണ്. ഓക്കെ, അപ്പൊ അറിയുന്ന പാപങ്ങൾക്കെല്ലാം ശിക്ഷയുണ്ട്. ഓക്കെ, ദാറ്റ്സ് റൈറ്റ്. അറിയുന്ന പാപങ്ങൾക്ക് ശിക്ഷയുണ്ട്, കാരണം ഉത്തരവാദിത്വം നമ്മുടെ മേലാണ് ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ നമ്മുടെ അവസ്ഥയെ നോക്കുമ്പോൾ അറിയാൻ വയ്യാതെ പാപങ്ങൾ നമ്മളിൽ വരുന്നതാണ് നമ്മുടെ ഗുരുതരമായ രോഗാവസ്ഥയെ കാണിക്കുന്നത്. പക്ഷെ നമ്മൾ ഉത്തരവാദികളാകുന്നത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപങ്ങൾക്കാണ് കൂടുതൽ ഉത്തരവാദിത്വം, കാരണം വി കുഡ് ഹാവ് പ്രിവെന്റഡ് ഇറ്റ് ആ അർത്ഥത്തിൽ. പക്ഷെ കൂടുതൽ നമ്മളെ രോഗികളാക്കുന്നതും മരണയോഗ്യരാക്കി മാറ്റുന്നതും ഈ പാപത്തിന്റെ സ്ലേവറിയാണ്. നമുക്ക് ശരിക്കും രക്ഷപ്പെടാൻ പറ്റാത്തൊരു സ്ലേവറി. ബോത്ത് ആർ ഇമ്പോർട്ടന്റ്. പക്ഷെ അതേ സമയത്ത് ഒന്നിന്റെ മുമ്പിൽ നമ്മൾ നിസ്സഹായരാണ്, മറ്റൊന്നിൽ നമുക്കൊരു കൾപ്പബിലിറ്റി ഉണ്ട്. കൾപ്പബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കൊരു പിഴയുണ്ട്, ആ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. മറ്റൊന്നിട്ട് അത് എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വി ആർ സ്ലേവ്സ്. ഓക്കെ, അവരുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും ഞാൻ ഇനി ഓർക്കുകയും ഇല്ല എന്ന് അരുളി ചെയ്യുന്നു. എന്നാൽ ഇവയുടെ മോചനമുള്ളിടത്ത് ഇനിമേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല. കണ്ടോ, ഇനി പാപങ്ങൾക്ക് വേണ്ടി കുർബാന വേണോ? വേണ്ട. പാപങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു യാഗവും ഇനി ആവശ്യമില്ല. ഇനി നമ്മൾ ആ യാഗത്തെ ഓർത്ത് സ്തോത്രം ചെയ്യാൻ മതി. എന്നേക്കുമായി ഞങ്ങളെ വിശദീകരിച്ച ആ യാഗം അർപ്പിച്ച പുത്രനെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അവന്റെ മുമ്പിൽ ഞങ്ങൾ വണങ്ങുന്നു, നമസ്കരിക്കുന്നു. ഇനി ഒരു യാഗത്തിന്റെയും പാപമോചനത്തിന് വേണ്ടിയുള്ള ഒരു പരിപാടിയുടെ ആവശ്യം ഇനിയില്ല. ഇനി പാപങ്ങൾ മോചിക്കുന്നു പറഞ്ഞിട്ട് കുർബാന കൊടുക്കേണ്ട കാര്യമില്ല. ബിക്കോസ് ബൈ വൺ സാക്രിഫൈസ് ഹി ഹാസ് പെർഫെക്റ്റഡ് ദാറ്റ് ഫോർ എവർ. എന്നാൽ ഇവയുടെ മോചനമുള്ളിടത്ത്, അതായത് പുതിയ നിയമത്തിന്റെ പ്രോമിസ് എന്താ? ഞാൻ അവരുടെ അകൃത്യങ്ങളെയും പാപങ്ങളെയും ഇനി ഓർക്കുകയില്ല. അങ്ങനെ മോചനമുള്ള സ്ഥലത്ത് ഇനി പാപങ്ങൾക്ക് വേണ്ടി യാതൊരു യാഗവും കഴിക്കേണ്ടതായിട്ട് ഇല്ല. നമ്മൾ 22-ാം വാക്യത്തോടു കൂടി ഇന്നത്തെ ഈ ഡിസ്കഷൻ അവസാനിപ്പിക്കാം. അവിടെ വരെ എത്താമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവന്റെ പുതുവഴി. അപ്പൊ ഈ ജീവന്റെ പുതുവഴി എന്ന് പറയുമ്പോൾ എന്താണ് ആ വഴി? എന്താണ് യേശു ക്രിസ്തുവിന്റെ ശരീരത്തിലൂടെ പോകുന്ന ജീവന്റെ പുതുവഴി? ഒരു ദിവസം യോഹന്നാൻ 14 യേശു ക്രിസ്തു ശിഷ്യന്മാരോട് സംസാരിക്കുന്ന ഒരു സീനുണ്ട്. നമുക്ക് ആ 14-ാം അധ്യായം ഒന്ന് വായിച്ചു നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അപ്പൊ ഇതാണ് കർത്താവ് പറഞ്ഞ പ്രോമിസ്. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകും. അപ്പം നമ്മൾ സാധാരണ ചിന്തിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, സ്വർഗത്തിൽ ഇങ്ങനെ സ്ഥലം ഒരുക്കേണ്ട ആവശ്യമുണ്ട്, സ്വർഗത്തിൽ ആവശ്യത്തിന് സ്ഥലമില്ല. അപ്പൊ നമ്മൾ ഒത്തിരി വിശുദ്ധന്മാർ ചെല്ലുമ്പോൾ നമുക്ക് കുറച്ച് വീടും അതൊക്കെ ഫർണിഷ് ചെയ്ത് ഗാർഡനൊക്കെ ഉണ്ടാക്കി നമുക്ക് ബെഡ്റൂം ഒക്കെ റെഡിയാക്കി ഇടാൻ വേണ്ടി കർത്താവ് ഇത്ര സമയം എടുക്കുന്നതാണോ? അല്ല. നമ്മൾ ആദ്യത്തെ വാക്യം വായിച്ചേക്ക്, എന്താ അവിടെ പറഞ്ഞേക്കുന്ന നോക്കി. 2-ാമത്തെ വാക്യം, എന്റെ പിതാവിന്റെ ഭവനത്തിൽ, ഭവനം അവിടെ ഉണ്ട്, അനേകം വാസസ്ഥലങ്ങളുണ്ട്. പണിയാൻ പോവാന്നല്ല, അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇനി അഥവാ ഇല്ലെങ്കിലും ഉണ്ടാക്കാൻ ദൈവത്തിന് ഒരു വാക്ക് മതി. അപ്പൊ പിന്നെ കർത്താവ് എന്തായി ഒരുക്കാൻ പോകുന്നത്? ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ, അപ്പൊ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും സ്ഥലം അവിടെ ഒരുക്കുന്നു. അവിടെ അല്ല ഒരുക്കുന്നു. കർത്താവ് എങ്ങോട്ട് പോകുന്ന കാര്യമാണ് പറയുന്നത്? ഈ ബാംഗ്ലൂരില് വേണ്ട, അല്ല എവിടെ വേണം? ബാംഗ്ലൂർ ആണെന്നല്ല, എഡ്യൂക്കേഷൻ ഹബ്ബ് കുറച്ചുകൂടെ ബാംഗ്ലൂർ. ഓക്കെ, ബാംഗ്ലൂരിൽ അനേകം മെഡിക്കൽ കോളേജുകളുണ്ട്.
അവിടെ എല്ലാം ഇഷ്ടംപോലെ ഹോസ്റ്റലുകളും ഉണ്ട്, സീറ്റും ഉണ്ട്. പക്ഷേ നമ്മുടെ പിള്ളേർക്ക് അവിടെ സ്ഥലമില്ല. അതെന്തായിരിക്കും കാര്യം? നമ്മുടെ പിള്ളേർക്ക് അവിടെ സ്ഥലം ഒരുക്കിയിട്ടില്ല. അപ്പൊ ഒരുക്കം ശരിക്കും എവിടെ നടക്കണ്ടേ? സീറ്റ് പണിയുന്നതല്ല ഒരുക്കം. പിന്നെയോ നമ്മളെയാണ് ഒരുക്കേണ്ടത്. നമുക്കവിടെ സ്ഥലമില്ല, അതൊരുക്കാനാ പോകുന്നത്. അതൊരുക്കാൻ കർത്താവ് എങ്ങോട്ടാ പോകുന്നത്? ക്രൂശിലേക്കാ പോകുന്നത്, എന്നിട്ട് പിതാവിന്റെ അടുക്കിലേക്ക്. അപ്പൊ കർത്താവ് പോകുന്ന വഴി, അപ്പൊ കർത്താവ് അടുത്ത വാക്യത്തിൽ പറയുന്നത് എന്നൊക്കെ, ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. കാരണം കർത്താവ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു, 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുന്നു, പിതാവിന്റെ അടുത്തേക്ക് പോകുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ യേശു പിതാവിന്റെ അടുക്കിലേക്ക് പോകാനൊരു വഴി കർത്താവ് വെച്ചിട്ടുണ്ട്. ആ വഴി ഏതാണെന്ന് നിങ്ങൾക്കറിയാം എന്നാണ് തോമസിനോട് പറയുന്നത്. എന്താ വഴി? ക്രൂശിക്കപ്പെടുക, മരിക്കുക, തേജസ്സോടെ ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ അടുത്തേക്ക് പോവുക. ഇതാണ് അവന്റെ വഴി. അപ്പൊ തോമസ് അവനോട് പറയാണ്, കർത്താവെ, നീ എവിടെ പോകുന്നു ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയും? കർത്താവ് 3.5 വർഷം ഇവരോട് ഈ വഴി പറഞ്ഞു കൊടുക്കുമായിരുന്നു. മനസ്സിലായില്ല. എങ്ങോട്ടാ പോകുന്നതെന്ന് മനസ്സിലായില്ല. തോമസ് പറയും, നീ എങ്ങോട്ടാ പോകുന്നത്? കർത്താവ് പല പ്രാവശ്യം പറഞ്ഞില്ല, ഞാൻ പിതാവിന്റെ അടുത്തേക്ക് മടങ്ങി പോകുന്നു പറഞ്ഞിട്ടുണ്ട്, അല്ലെ? 3 ദിവസം ഇങ്ങനെ ഇരിക്കുന്നു, പുനർത്ത പിതാവിനെ എഴുന്നേൽപ്പിക്കുന്നു ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ശിഷ്യന്മാർ ചോദിച്ചത് മർക്കോസിന്റെ 10 നീ മൗത്തിൽ വരുമ്പം ഞാൻ നിന്റെ അടുത്തും ഒരുത്തൻ നിന്റെ ഇടത്തും ഒരുത്തൻ നിന്റെ വലത്തും ഇരിക്കണം. അപ്പൊ കർത്താവിന് ഇതെല്ലാം വരുമെന്ന് അവർക്ക് അറിയാമായിരുന്നു. അപ്പൊ എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാമായിരുന്നു. പക്ഷെ തോമസ് പറയാ, എനിക്കറിയത്തില്ല, നീ എവിടെ പോകുന്നു ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയും? യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞാലേ അതിനർത്ഥം ഇതാണ്, പ്രിയ തോമസേ, നീ കുറച്ച് മുമ്പോട്ട് പോയിട്ട് ഇത്തിരി ലെഫ്റ്റിലോട്ട് തിരിഞ്ഞിട്ട് അടുത്ത റൈറ്റ് തിരിഞ്ഞാൽ ആയി. ഇങ്ങനെയുള്ളൊരു വഴിയല്ല ഇത്. നീ രാവിലെ എഴുന്നേറ്റ് 1 മണിക്കൂർ പ്രാർത്ഥിച്ച് നല്ല ഡീസന്റ് ആയിട്ട് ജീവിച്ചാൽ ആ വഴിയുമല്ല. പിന്നെ എന്ത് വഴിയാണ്? തോമസിന്റെ പറയാം, തോമസേ, 2-3 വർഷം ഞാൻ നിങ്ങളോട് ജീവിച്ചില്ലേ, അപ്പൊ നിനക്ക് മനസ്സിലായില്ലേ ഞാൻ ഏത് വഴിയാണോ ഇപ്പൊ നടക്കുന്നത് ആ വഴിയെ നിനക്കുള്ളൂ. ദാറ്റ് മീൻസ് പിതാവിന്റെ അടുത്തേക്ക് പോകാൻ കർത്താവ് നടന്ന ആ വഴി അല്ലാതെ വേറൊരു വഴിയുമില്ല. അവൻ തന്നെയാണ് വഴി. അവന്റെ മരണം, അവന്റെ പുനരുത്ഥാനം, ജീവന്റെ പുതുവഴി അവൻ തുറക്കുന്നത്. നമുക്ക് കൃപാസനത്തിലേക്ക് ചെല്ലാണ്ട് ജീവന്റെ പുതുവഴി അവൻ തുറക്കുന്നത് അവന്റെ മരണം, അവന്റെ ശരീരത്തെ വിഭജിച്ചുകൊണ്ടാണ്. ശരീരത്തെ വിഭജിച്ച് നമുക്ക് ജീവനുള്ള ഒരു പുതുവഴി, അത് കർത്താവ് നടന്ന അതേ വഴി, ആത്മാവിന്റെ വഴി, ജീവന്റെ പുതുക്കത്തിലുള്ള ആ വഴി നമുക്ക് വേണ്ടി തുറന്നു തന്നാണ്. അത് എവിടെ വരെ ചെല്ലുന്ന വഴിയാണ്? അത് നിത്യ കൂടാരങ്ങളിൽ നമ്മൾ ചെന്ന് ചേരുന്നത് വരെയും നമ്മുടെ മുൻപിലുള്ള വഴിയെ കുറിച്ചാണ് കർത്താവ് ഈ വാക്യങ്ങൾ പറഞ്ഞു. അത് നമ്മൾ തിരിച്ച് നമ്മൾ വരുമ്പോൾ, എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ, ഈ ജീവന്റെ പുതുവഴി അവൻ തുറന്ന് അവന്റെ ശരീരം വിഭജിച്ചുകൊണ്ടാണ്, നെടുകെ പിളർന്നു. ഓക്കെ, ഓക്കെ. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശ്ശേരിയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളതുകൊണ്ട്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു വന്നത്, 9-ാം അധ്യായത്തിൽ പറഞ്ഞത്. ഇവിടെ ഇത്രയെല്ലാം സെറ്റപ്പ് ഉണ്ട്, പക്ഷെ 2ാമത്തെ തിരശ്ശേരിയുടെ അകത്തോട്ട് ചെല്ലാൻ അതിന് നിയമങ്ങളുണ്ട്, വ്യവസ്ഥകളുണ്ട്. അതൊരു മഹാപുരോഹിതന് വർഷത്തിലൊരിക്കൽ മാത്രമേ ചെല്ലാൻ കഴിയുള്ളൂ. എന്നാൽ ഇവിടുത്തെ സ്ഥിതി അതല്ല. ഇവിടുത്തെ സ്ഥിതി എന്താണെന്നറിയോ? ആരെല്ലാം അവന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടിട്ടുണ്ടോ അവർക്ക് എല്ലാവർക്കും വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ഉണ്ട്. അതോടൊപ്പം ആ വിശുദ്ധ മന്ദിരത്തിൽ നമുക്ക് വേണ്ടിയുള്ള ഒരു മഹാപുരോഹിതനും ഉണ്ട്. അതുകൊണ്ട് ദുർമനസാക്ഷി നീങ്ങുമാറ്. എന്തുകൊണ്ട് എന്താ ഈ ദുർമനസാക്ഷി? പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നാണ് ദുർമനസാക്ഷി എന്ന് പറയുന്ന വിഷയം. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങളുടെ സഭയിൽ പ്രസംഗിച്ച ദുർമനസാക്ഷിയെ കുറിച്ചാണ്. അതായത് ഇതിനെ നമ്മൾ ഗിൽറ്റ് എന്ന് വേണേൽ പറയാം. ഗിൽറ്റ്. എന്നോട് ഇനി കർത്താവ് ക്ഷമിക്കുമെന്ന് തോന്നുന്നില്ല ബ്രദറെ, ഞാന് അത്ര നന്മയിലൊന്നും ജീവിച്ചിട്ടില്ല ബ്രദറെ,
ശരിയാണ് ബ്രദറെ. പക്ഷെ കർത്താവിന് നിങ്ങളെ ഇനിയും വിശുദ്ധീകരിക്കാൻ താല്പര്യമുണ്ട് ബ്രദറെ. അതുകൊണ്ട് പിശാച് നിങ്ങളോട് പറയും ദൈവം നിങ്ങളെ വിട്ടതാണ്, ഇത്രയും പാപം ചെയ്യുന്നതിനൊന്നും ദൈവം ഞാൻ അങ്ങനെയൊക്കെ പറയും. പക്ഷെ പ്രിയ സഹോദരങ്ങളെ, കർത്താവ് നമുക്ക് വേണ്ടി ഇപ്പോഴും കാത്തിരിക്കുക. ഞാൻ പോരാ, മതിയാവില്ല, എന്നെ ദൈവം ഉപേക്ഷിച്ചു, ഇനി ഒരിക്കലും പഴയതുപോലെ ആകില്ല എന്ന് വിചാരിച്ച് ശുശ്രൂഷ ചെയ്യാതെ വെളിയിൽ ഇറങ്ങാതെ ഇരിക്കുന്ന ഒത്തിരി സഹോദരങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. അവർ ദുർമനസാക്ഷി പിടിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അവർക്ക് മഹാപുരോഹിതന്റെ ആണയിൽ വിശ്വാസമില്ല. അതായത് ഏത് സമയത്തും കൃപാസനത്തിലേക്ക് അടുത്ത് ചെന്ന് പാപമോചനവും ശുദ്ധീകരണവും പ്രാപിക്കാൻ കഴിയുന്ന, നൽകുന്ന, കനിവുള്ള, കരുണയുള്ള ഒരു മഹാപുരോഹിതനിലേക്ക് നോക്കാൻ പറ്റാതെ നമ്മൾ പിൻവാങ്ങി, അല്ലെ എന്നെ ഉള്ളുവല്ല ഇതിനൊന്നും, സുവിശേഷകരൊക്കൊന്നും ഇനി എന്നെ ദൈവം ഉപയോഗിക്കില്ല, ഞാൻ എപ്പോഴും മോഹങ്ങളാണ്, എനിക്ക് പലരോടും പിണങ്ങിയിട്ട് ഇണങ്ങാൻ പറ്റുന്നില്ല. നമുക്ക് പാപബോധം വേണം. നേരത്തെ പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്. പാപികളാണ് എന്ന ബോധം നമുക്ക് വേണം. പക്ഷെ അതേ സമയത്ത് അത് കുറ്റബോധമാകരുത്. കുറ്റബോധമാകുമ്പം നമ്മൾ അതിനാൽ തളർന്നു പോവുക ചെയ്യുന്നത്. നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. നമ്മൾ കണ്ടംഡ് ആയിട്ട് നമുക്ക് തോന്നുക. അപ്പൊ ദൈവത്തിന്റെ അടുക്കൽ നമുക്ക് ധാരാളമായി ലഭിക്കേണ്ട കോൺഫിഡൻസ് നമുക്ക് ഇല്ലാതായി പോവാം. അതുകൊണ്ടാണ് പറയുന്നത്, നമുക്ക് കർത്താവ് തുറന്നു തന്നിരിക്കുന്ന ജീവന്റെ പുതുവഴിയെ ധൈര്യമായി പ്രവേശിക്കാനുള്ള കോൺഫിഡൻസ് എടുത്തു കളയുന്ന, അങ്ങനെയുള്ള ഗിൽറ്റ് റിട്ടൺ ആയിട്ടുള്ള ഒരു മനസാക്ഷിനെയാണ് നമ്മളുടെ ദുർമനസാക്ഷി എന്ന് പറയുന്നത്. അത് ദൈവത്തിന്റെ ആണയിലോ വാഗ്ദത്തങ്ങളിലോ വിശ്വസിക്കാൻ പറ്റാത്തൊരു മനസാക്ഷിയാണ്. അതെപ്പോഴും പാപത്തിലേക്ക് തിരിഞ്ഞും വീണ്ടും വീണ്ടും പാപത്തിലേക്ക് തിരിഞ്ഞും തന്നെത്താൻ പാപത്തിലേക്കും മരണത്തിലേക്കും കണ്ടം ചെയ്യുന്ന ഒരു മനസാക്ഷിയാണ്. അത് രക്ഷപ്പെടാനല്ല ശ്രമിക്കുന്നത്, അത് നശിച്ചുകൊണ്ട് പോകാനാണ്. അപ്പൊ പുറകോട്ട് പോകാനാണ് ശ്രമിക്കുന്നത്. ഞാൻ പറ്റില്ല, എന്നെ ദൈവം ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞ് റിട്ടേണാ, പുറകോട്ടാ. ഇങ്ങനെ നമ്മൾ തിരിച്ചു കൊണ്ടുപോകുന്ന ആ മനസാക്ഷിയാണ്, ദൈവത്തിലുള്ള കോൺഫിഡൻസ് നഷ്ടപ്പെടുത്തിയിട്ട് നമ്മൾ തിരിച്ചു കൊണ്ടുപോകുന്ന ആ മനസാക്ഷിയെയാണ് നമ്മൾ ദുർമനസാക്ഷി എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് ദുർമനസാക്ഷി നീങ്ങുമാറ്. അത് എങ്ങനെ നീങ്ങുന്നത്? ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്തിൽ ശരീരം കഴുകപ്പെട്ടവരുമായി എന്ന് പറഞ്ഞാൽ അത് ബാപ്റ്റിസത്തെ ആയിരിക്കണം കുറിക്കുന്നത്. ശരീരം എന്നുള്ള വാക്ക് അവിടെ വെച്ചിരിക്കുന്നുണ്ട്. വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോട് അടുത്ത് ചെല്ലുക എന്ന് പറയാൻ. നിങ്ങൾക്ക് കർത്താവ് നിങ്ങളെ കൈവിട്ടു എന്ന് പറയുന്ന പിശാചാണ്. ഇവിടെ ലേഖനകർത്താവ് പറയാണ്, നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ ഒരു ദുർമനസാക്ഷി ഉണ്ടെങ്കിൽ അത് നീങ്ങുമാറ് കർത്താവിന്റെ വീണ്ടെടുപ്പ്, അവന്റെ സ്നാനത്താൽ നമുക്ക് നൽകിയ ക്ലെൻസിങ് നമ്മൾ ഓർക്കുക. വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തിന്റെ അടുത്തേക്ക് തന്നെ ചെല്ലുക. നിങ്ങൾ പാപികളാണെന്ന് തോന്നുവാണോ? ദൈവത്തിന്റെ അടുത്തേക്ക് തന്നെ ചെല്ലുക. അവന്റെ ഹീലിംഗ് അനുഭവിക്കുക. പാപത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ അവന് മാത്രമേ കഴിയുള്ളൂ. അതിന് നമ്മുടെ ദുർമനസാക്ഷി നീങ്ങിപ്പോകേണ്ടത് ആവശ്യം. എന്നിട്ട് അടുത്ത വാക്യം പറയാണ്, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? രണ്ടാമത്തെ ആണയായ പ്രത്യാശയുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. അതുകൊണ്ട് ദുർമനസാക്ഷി പിടിച്ച് നിങ്ങളുടെ ഓട്ടം മന്ദീഭവിച്ചു പോകാനിട വരരുത്. കർത്താവിന്റെ അടുത്തേക്ക് തന്നെ ചെല്ലുക. അവന്റെ യാഗത്തിൽ ഏതു പാപത്തിനും പരിഹാരമുണ്ട്. നാം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നു ഉപേക്ഷിക്കുന്നുവെങ്കിൽ നമുക്ക് കരുണ ലഭിക്കുവാൻ ഏത് സമയത്തും കൃപാസനം നമ്മുടെ മുമ്പിൽ തുറന്നു നിൽക്കുകയാണ്. ഗോഡ് ഈസ് നോട്ട് റിജക്ടിങ് എനിവൺ, ഹിസ് ഡോർ ഈസ് ഓപ്പൺ. നമ്മൾ അങ്ങോട്ട് ചെന്ന് കരഞ്ഞ് നിലവിളിച്ച് അഭയം പ്രാപിക്കുവാൻ ദൈവം നമുക്ക് ദുർമനസാക്ഷി എടുത്തു കളഞ്ഞ് പരമാർത്ഥ ഹൃദയവും ശുദ്ധ മനസാക്ഷിയും നിത്യമായ പ്രത്യാശയും ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന്. നമുക്ക് ഈ സെഷൻ ഒരു പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കാം. ബാക്കി അടുത്ത ദിവസം ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ നാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. അങ്ങയുടെ കരുണയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് തന്ന വിലയേറിയ രക്ഷ ആണയോടെ സ്ഥിരപ്പെടുത്തിയ സ്വർഗത്തിലെ വചനം ഞങ്ങൾക്ക് പ്രത്യാശ വർദ്ധിക്കുമാർ ദുർമനസാക്ഷി നീങ്ങി കർത്താവെ ഫലം പുറപ്പെടുവിക്കുന്നവരായി ആ ഏക യാഗത്താൽ വിശദീകരിക്കപ്പെടുന്ന ആ വലിയ സന്തോഷത്തിന്റെ ഓഹരിക്കാരായി ഞങ്ങളെ മാറ്റുന്ന ദൈവകൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. അവിടുത്തെ സന്നിധി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.